കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറിയുടെ ഈ എപ്പിസോഡിൽ വരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, കാരായി രാജൻ. അദ്ദേഹം ബാലസംഘത്തിലൂടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. അതൊരു പൊതുപ്രവർത്തനം തന്നെയാണല്ലോ കുട്ടിക്കാലത്ത്. അത് കഴിഞ്ഞ് യുവജന സംഘടന, സഹകരണ മേഖല, മലബാർ ക്യാൻസറിൻ്റെ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ, അതുകൂടാതെ കതിരൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ 15 വർഷം അതിൻ്റെ പ്രസിഡൻ്റായിരിക്കുക. അദ്ദേഹം ഉള്ള കാലത്ത് 5 കോടിയിലാണ് അന്ന് ആ ബാങ്കിൻ്റെ നിക്ഷേപം. അത് 250 കോടിയാക്കി ഉയർത്തിയത് അദ്ദേഹത്തിൻ്റെ 1.5 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനം കൊണ്ടാണ്. ഇന്ന് ആ ബാങ്കിന് 500 കോടിയുടെ നിക്ഷേപമുണ്ട്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ പ്രദേശമായ തലശ്ശേരിയിൽ അതിൻ്റെ ഏരിയ സെക്രട്ടറിയായി 12 വർഷക്കാലം. അങ്ങനെ സമസ്ത മേഖലകളിലും ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലക്ക് ട്രേഡ് യൂണിയൻ രംഗത്ത്, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനായിട്ട് അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം റബ്കോയുടെ ചെയർമാനാണ്. പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന പൊതുപ്രവർത്തന രംഗം. നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് കാരൻ രൂപപ്പെടുന്നത് എങ്ങനെ എന്ന് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. നമ്മൾ സക്സസ് സ്റ്റോറിയിൽ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് വലിയ നേതാക്കൾ വന്നിട്ടുണ്ട്, IAS വന്നിട്ടുണ്ട്, IPS വന്നിട്ടുണ്ട്, ബിഷപ്പുമാരെന്നും മത മേലധ്യക്ഷന്മാർ വന്നിട്ടുണ്ട്. എന്നാൽ ഒരു സഹകരണ രംഗത്തെ ഒരു കരുത്തുറ്റ സാരഥി വരികയാണ് കാരായി രാജനിലൂടെ. അപ്പോൾ കാരായി രാജൻ ആരാണ്? അദ്ദേഹത്തിൻ്റെ ബാല്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ കൗമാരം എന്താണ്? അദ്ദേഹത്തിൻ്റെ സമഗ്രമായ സംഭാവനകൾ എന്താണ്? ഇതെല്ലാം നമുക്കൊന്നറിയണം. അതിന് നമുക്കൊരു ശ്രമം നടത്താം. പ്രേക്ഷകരെയും ഒപ്പം കാരായി രാജനെയും സക്സസ് സ്റ്റോറിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ കാരായി രാജൻ, ഞങ്ങൾ ഈ സക്സസ് സ്റ്റോറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മനുഷ്യരെ വ്യത്യസ്ത മേഖല, പുതിയ തലമുറയ്ക്ക് പഴയ കാലങ്ങളെക്കുറിച്ച് വലിയ അറിയാൻ ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമുക്കിപ്പോൾ കടന്നു പോകുന്നത്. ചരിത്രത്തെയൊക്കെ നമ്മൾ ആകെ മറക്കുകയാണ് മനുഷ്യർ. ഇത്തരം ഒരു സാഹചര്യത്തിൽ താങ്കളെപ്പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ വളർന്നു വന്ന സാഹചര്യം, സഹകരണ രംഗത്തുള്ള താങ്കളുടെ സംഭാവനകൾ, പാർട്ടി പ്രവർത്തന രംഗം, അങ്ങനെ വ്യത്യസ്ത മേഖലകളുടെ ട്രേഡ് യൂണിയൻ രംഗത്തുണ്ടായിട്ടൊരു ബസ് തൊഴിലാളി രംഗത്ത് താങ്കൾ കടന്നുപോയ ഒത്തിരി, ഒരു 20-ലേറെ സംഘടനകളുടെ തലപ്പത്തുകൂടിയാണ് താങ്കൾ കടന്നുപോയത്. അപ്പോൾ താങ്കളെ അറിയാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ തുടക്കം തന്നെ താങ്കളുടെ ബാല്യത്തിൽ നിന്ന് തുടങ്ങണം. എവിടെയായിരുന്നു താങ്കളുടെ ജനനം? ഞാൻ കതിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പുല്യോട്, അവിടെയാണ് ജനിച്ചത്. മാതാപിതാക്കൾ? അച്ഛനും അമ്മയും പിന്നെ സാധാരണ ഒരു കർഷക കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. അച്ഛൻ്റെ പേര്? അച്ഛൻ്റെ പേര് പൊക്കൻ, അമ്മ ചിരുത. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. 3 പേരിൽ എൻ്റെ ജ്യേഷ്ഠൻ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്? കാരായി ബാലൻ. പഞ്ചായത്ത് പ്രസിഡന്റ്, ദീർഘകാലം കതിരൂർ പഞ്ചായത്ത് മേഖലയടങ്ങുന്ന പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി, പിന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ഒരു വലിയ സാമൂഹ്യ അംഗീകാരം നേടിയ ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത ഒരു വലിയ സാമൂഹ്യ സേവനം. അതോടൊപ്പം ഞാനൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യം, 1971-72 കാലത്തെ വർഗീയ കലാപം തലശ്ശേരിയിലെമ്പാടും വ്യാപിച്ചപ്പോൾ കതിരൂർ എന്ന ഒരു പ്രദേശത്ത് മാത്രം നടന്നില്ല. അത് തടയാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആ തലമുറയിലെ ഒരു ധീരനായ പ്രവർത്തകനാണ്. റോൾ മോഡലാണ്. എത്ര മക്കളായിരുന്നു? 3 പേര്. 3 പേര്. രണ്ടാമത്തെ ആള് മാധവി. അവരെന്ത് ചെയ്യുന്നു? അവരെല്ലാം സാധാരണ ജോലി ചെയ്ത് തൊഴിലുറപ്പ് തൊഴിലാളിയും വീട് തൊഴിലാളികളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. താങ്കൾ 3ാമതാണ്, കാരായി രാജൻ. കാരായി വീട്ടുപേരാണ്, കാരായി ബാലൻ, കാരായി രാജൻ. മാതാപിതാക്കൾ കർഷകരായിട്ട് എങ്ങനെയായിരുന്നു ഒരു ബാല്യകാലമൊക്കെ, കുട്ടിക്കാലമൊക്കെ? ബാല്യകാലം ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലം തന്നെയായിരുന്നു. പിന്നെ ജീവിച്ചു പോരാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ അത്യാവശ്യ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചു വരുന്ന അന്ന് സാധ്യതയുണ്ടായിട്ടുണ്ട്. ഈ കാർഷിക മേഖലയിലൂടെ ജീവിക്കുന്നതുകൊണ്ട്. പക്ഷെ എന്നാലും വളരെ നല്ല സമ്പന്നമായ ചുറ്റുപാടൊന്നല്ല. വിഷമങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ജീവിച്ചത്. എന്താണ് അന്നത്തെ കതിരൂർ താങ്കളുടെ ബാല്യകാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സിനുള്ള കതിരൂരിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഞങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് വലിയ രാഷ്ട്രീയ പാരമ്പര്യവും ചരിത്രവും വലിയ ത്യാഗപൂർണമായ പ്രവർത്തനത്തിന് അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഞങ്ങളൊക്കെ രംഗത്ത് വരുമ്പോൾ സാമൂഹ്യ സേവനത്തിലാണ് ഊന്നൽ നൽകിയിരുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ചെയ്തിരുന്നത്
അന്ന് പലർക്കും വീടില്ലാത്ത ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന അതൊക്കെ എത്ര വയസ്സിലൊക്കെയാണ്? 14 വയസ്സിൽ തന്നെ അതൊക്കെ ഇടപെടും. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് എങ്ങനെയാണ് അത് സാധാരണ അങ്ങനെ നാട്ടുമ്പുറത്ത് അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ഇല്ലല്ലോ. എങ്ങനെയാണ് അങ്ങനെ ഒരു മേഖലയിലേക്ക് പോകാനുള്ള സാഹചര്യം? അത് പലതും ശ്രമദാനമായിട്ടാണ്. ഇപ്പോൾ അന്ന് പിന്നെ ഓടുമേഞ്ഞ വീടോ അല്ലെങ്കിൽ ഓല കൊണ്ടുള്ള വീടോ ഉണ്ടാക്കുമ്പോൾ കുറേ തെങ്ങുകൾ നമ്മൾ സമാഹരിക്കും. പിന്നെ ഓടുകൾ ശേഖരിക്കാൻ വേണ്ടി പുറപ്പെടും. മൺകട്ടയാണ് ഉണ്ടാക്കുക. മണ്ണിൻ്റെ കട്ട നമ്മൾ തന്നെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച്. എങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണമൊക്കെ? എങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണമൊക്കെ? മണ്ണ് ചവിട്ടി കൂട്ടും. പിന്നെ എന്നിട്ട് അതിനകത്ത് ഒരു 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 പച്ചിലയുണ്ട്, കുളിർമാവ് എന്ന് പറയുന്ന ഒരു പച്ചില. കുളിർമാവ് ഒരു കൊഴുപ്പുള്ളൊരു ദ്രാവകം കിട്ടും. അത് പിഴിഞ്ഞാൽ അതൊക്കെ കൂട്ടി കുഴച്ചാൽ നല്ല ഉറപ്പുള്ള കട്ട കിട്ടും, മൺകട്ട കിട്ടും. കല്ലിനെ പോലെ തന്നെ ഉറപ്പുള്ള മൺകട്ട കിട്ടും. അത് ചെറുപ്പക്കാരെല്ലാം കൂടി ശ്രമദാനമായി മനുഷ്യാധ്വാനം ഉപയോഗിച്ച് നിർമ്മിക്കും. അങ്ങനെ ഒത്തിരി വീടുകൾ ചുട്ടെടുക്കാറുണ്ടോ? ഉണക്കിയെടുക്കും. ഒരു കള്ളിയിലാക്കിയിട്ട്, ഒരു പലക കള്ളിയിലാക്കിയിട്ട് ഉണക്കിയെടുക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി. പിന്നെ നിരവധി റോഡുകൾ ഉണ്ടാക്കി കൊടുത്തു. ഇന്ന് കാണുന്ന പല റോഡുകളിലും ആ കാലത്തെ ചെറുപ്പക്കാരോടൊപ്പം ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് റോഡുകൾ, പിന്നെ ഇടവഴികളൊക്കെ വൃത്തിയാക്കുക, സ്റ്റെപ്പ് കെട്ടി കൊടുക്കുക. പിന്നെ അന്ന് ഇടവഴികൾക്ക് വീടുകളിൽ നിന്ന് അപ്പുറത്തെ വീടുകളിലേക്ക് പോകാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മരപ്പാലങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കും. മരം മുറിച്ച് ഏതെങ്കിലും സംഘടനയുടെ ലെവലിലാണോ? അത് ഞങ്ങൾ ബാലസംഘം, DYFI എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് സംഘടിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സാമൂഹ്യ പ്രതിബദ്ധതയും സാമൂഹിക സേവനവും ആണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു അടിക്കലായിട്ട് വന്നത്. ഈ സ്കൂൾ പഠനകാലം, ഈ കതിരൂര് പുല്ലിയുടെ താങ്കളുടെ ഗ്രാമത്തിലുള്ള സ്കൂളിലെ പഠനകാലം, ഇന്നത്തെ തലമുറയൊക്കെ ഹൈടെക് ആയിട്ടാണ് പഠിക്കുന്നത്. നമ്മുടെ സർക്കാർ സ്കൂൾ തന്നെ ഹൈടെക് ആയിരുന്നു. ആ പ്രാഥമിക വിദ്യാഭ്യാസ കാലത്തെ ഓർമ്മകൾ എങ്ങനെയാണ്? നമ്മളന്ന് ഓലമേഞ്ഞ സ്കൂളാണ്. പൊട്ടിപ്പൊളിഞ്ഞ മണ്ണ് തൂർന്നു വരുന്ന സ്കൂളിനകത്ത്. അന്ന് സ്കൂളിനകത്ത് തന്നെ കുഴിയാന ഉണ്ടാവും. ചെറിയ കുഴിയാനകൾ പെറുക്കി അതൊക്കെ കളിക്കുന്ന ഒരു കാലം. മാത്രമല്ല, വീട് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ശരീരവും കുപ്പായാകെ മണ്ണ് പുരണ്ട് ആകെ ഒരു കോലത്തിലാണ് ഉണ്ടാവുക. അങ്ങനെയാണ്. അധ്യാപകരൊക്കെ എങ്ങനെയാ അന്നത്തെ കാലത്ത്? അധ്യാപകരുടെ രീതികളൊക്കെ? അധ്യാപകരൊക്കെ അന്ന് ചെവി പിടിക്കും, തല്ലും, കർക്കശമായ നിലപാട് സ്വീകരിക്കും. പിന്നെ നന്നായിട്ട് സ്നേഹിക്കുന്ന അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു. ഓർമ്മയിലുള്ള അധ്യാപകർ, പ്രൈമറി കാലഘട്ടം, താങ്കളുടെ നാട്ടിലെ സ്കൂളിലെ എപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അധ്യാപകരൊക്കെ? നമ്മുടെ അവിടെയുള്ളൊരു കണ്ണൻ മാഷുണ്ട്. അദ്ദേഹം മറക്കാനാവാത്തൊരു മാഷാണ്. കണ്ണൻ മാഷൊക്കെ ഞങ്ങൾക്ക് പഠിക്കാനുള്ള നോട്ട് ബുക്കുകളൊക്കെ അദ്ദേഹം തന്നെ സംഘടിപ്പിച്ചു തരുമായിരുന്നു. പുസ്തകങ്ങളൊക്കെ അന്ന് കൃത്യമായി കിട്ടിയിരുന്നു ആ കാലത്ത്? പുസ്തകങ്ങളൊന്നും ഉണ്ടാവില്ല. പുസ്തകങ്ങൾ അതായത് ആ കാലത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എനിക്ക് തൊട്ടു മുമ്പത്തെ വർഷം പഠിച്ച കുട്ടികളുടെ പുസ്തകം കീറാതെ ആരും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കൊന്നും കിട്ടില്ല. നോട്ട് ബുക്കൊന്നും ഉണ്ടാവില്ല. സ്ലേറ്റും പൊട്ടിയ സ്ലേറ്റും ഒക്കെ യൂണിഫോം ഇല്ല. മിക്കവാറും കീറിയ കുപ്പായം, ഈ നമ്മളെ ഈ ഷോൾഡർ പൊട്ടിയ കുപ്പായം ഉണ്ടാവും. പിന്നെ ട്രൗസറൊക്കെ ഇങ്ങനെ പിന്നെ ആ ടൈപ്പ് കാലാണ് സ്കൂൾ കാലം. അത് കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴത്തേക്കും സ്ഥിതി കുറച്ചും കൂടി മാറ്റം വന്നു. എന്താണ് ഈ കതിരൂർ ഹൈസ്കൂളിന്റെ ഒരു ചരിത്രം? ഇപ്പൊ പല കാര്യത്തിലും വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു സ്കൂളാണ്. താങ്കൾ പഠിച്ച സ്കൂളാണ്. ആ സ്കൂളിന്റെ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? കതിരൂർ ഹൈസ്കൂളിന്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പും നമ്മൾ കാണുന്നതിന് മുമ്പുള്ള ഒരു ചരിത്രമുണ്ട്. അത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം. അവിടെ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി തെരുവിലിറങ്ങി. കതിരൂർ ഹൈസ്കൂളിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇരിട്ടി മുതൽ ഈ എരഞ്ഞോളി വരെയുള്ള മിക്കവാറും മേഖലകളിലെ വിദ്യാർത്ഥികളെന്ന് പഠിക്കാനെത്തുന്ന സ്കൂളാണ് കതിരൂർ. ഒരു ജില്ലയുടെ പകുതി ഭാഗത്തും അന്നൊന്നും പെരളശ്ശേരി സ്കൂളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. കതിരൂർ തലശ്ശേരി മുതൽ ഇരിട്ടി വരെ ശരിക്കും പറയാം വന്നുകൂടി. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ പീഡിക മുറികൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ.
പഴശ്ശി രക്തസാക്ഷിയായിട്ടുള്ള വി അനന്തൻ അതുപോലുള്ള ആളുകളൊക്കെ ഇവിടെ പഠിച്ചതാണ്. പഠിച്ച സ്കൂളാണ്. തായാട്ട് ശങ്കരൻ പാനൂരിൽ നിന്നൊക്കെ ഇവിടെയാണ് വന്ന് പഠിക്കുക. ശ്രീനിവാസൻ ഇവിടെയാണ് പഠിച്ചത്. സിനിമാ താരം ശ്രീനിവാസൻ. പാട്ടിത്തൊന്നും സ്കൂളില്ല. ഇല്ല. തായാട്ട് ശങ്കരൻ, കെ തായാട്ട്, കെ പാനൂർ. 10ാം ക്ലാസ് വരെ താങ്കൾ അവിടെയാണ്. ആ പഠനകാലം ഹൈസ്കൂൾ കാലഘട്ടമൊക്കെ എങ്ങനെയാണ് ഓർമ്മയിൽ? ഹൈസ്കൂൾ കാലത്തെ അന്ന് SFI രൂപീകരിച്ചത് KSF ആണ് ഞാൻ ചെല്ലുന്ന കാലത്തുണ്ടായിരുന്നത്. പിന്നീട് SFI ആയി. ഞങ്ങളെ മുദ്രപത്രം ജനാർദ്ദനൻ ഞങ്ങളൊരു കാര്യമായ ഒരു സുഹൃത്തും നേതാവും ഒക്കെ ആയിരുന്നു. ജനാർദ്ദനൻ KSUവിൻ്റെ നേതാവായിരുന്നു. ഞങ്ങൾ അറിയപ്പെടുന്ന ആളുകളല്ലെങ്കിലും ഞങ്ങൾ പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റുകാരും SFIക്കാരും ഒക്കെ ഏറ്റുമുട്ടലൊന്നുമില്ല. ആ കാലത്ത് സംഘർഷമൊന്നുമില്ല, യാതൊരു സംഘർഷവും. താങ്കൾ ഈ കുഴിയാനയുടെ കഥ പറഞ്ഞല്ലോ. ഈ കുഴിയാന എന്തിനായിരിക്കും കുഴി ഉണ്ടാക്കുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ താങ്കൾ? എന്താണ് അതിന്റെ റോള്? ഞാനത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ ജീവി കാന എന്നുള്ള പേര് വന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഒരു ചിന്തനത്തില് ചെറിയൊരു കുഴിയില് ഒരാനയെ പോലെ ഇങ്ങനെ ജീവിക്കുന്ന പതുങ്ങി ജീവിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ടായിരിക്കും കുഴിയാന. അതിന്റെ രൂപം ഒരു ആനയുടെ രൂപമാണ്. എടുത്താൽ അത് കയ്യിൽ വെച്ചാൽ ഒരു ചെറിയൊരു ആനയുടെ എന്തിനായിരിക്കും അത് കുഴി ഉണ്ടാക്കുന്നത്? കുഴി ഉണ്ടാക്കുന്നത് നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കുഴി ഇത് ഇരതേടുന്നത് ഈ കുഴി വെച്ചാണ്. ഈ കുഴി ഒരു സ്ലോപ്പായിട്ടുള്ള ഒരു കുഴിയായിരിക്കും. അപ്പൊ ഇതിന്റെ ചുറ്റിലും ഉറുമ്പുകളോ ചെറിയ ചെറിയ പ്രാണികളോ സഞ്ചരിക്കുമ്പോൾ അറിയാതെ തന്നെ ഉറുമ്പോ പ്രാണിയോ അതിലേക്ക് ഊർന്ന് വീഴുന്നതോടുകൂടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മണ്ണും അതിന്റെ മേലെ വന്ന് വീഴും. അതിനിടയിലാണ് ഈ കുഴിയാന ഉണ്ടാകുക. അതിനെ അത് ഭക്ഷിക്കും. ഇങ്ങനെയാണ് ഇത് ഇരതേടുന്നത്. അപ്പൊ ആ ധർമ്മം അത് കൃത്യമായിട്ട് ചെയ്യുന്നു. അതിനെന്തെങ്കിലും ഒരു റോള് ഭൂമിയിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. യെസ്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഏത് മേഖലയിലേക്ക്? പിന്നീട് ബാലസംഘം, ദേശാഭിമാനി ബാലസംഘം എന്നുള്ള ഒരു സംഘടന ആ കാലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ മുഴുകി അതിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായി, കതിരൂർ വില്ലേജിൻ്റെ സെക്രട്ടറിയായി. അന്ന് താലൂക്ക് കമ്മിറ്റിയാണ്, തലശ്ശേരി താലൂക്ക് കമ്മിറ്റി. തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. പിന്നീട് അതിൻ്റെ അവിഭക്ത ജില്ല മാനന്തവാടി കാസർഗോഡെല്ലാം അടങ്ങുന്ന ഒരു ജില്ലയുടെ വടക്കേ മലബാറിന്റെ മുഴുവൻ ചുമതല ഒരു ജില്ല, നമ്മുടെ ജില്ല അന്നത്തെ അവിഭക്ത ജില്ല. അന്ന് വയനാടൊക്കെ വയനാടിൻ്റെ ഭാഗമൊക്കെ ഉണ്ടായിരുന്നു, കാസർഗോഡുള്ള. അതിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ടും ബാലസംഘത്തിൽ അതിന്റെ പ്രവർത്തനം, ബാലസംഘത്തിന്റെ ആ കാലഘട്ടത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ ഇന്നും വ്യത്യാസമുണ്ടല്ലോ. അന്നത്തെ ബാലസംഘം അല്ലല്ലോ ഇന്നത്തെ ബാലസംഘത്തിന്റെ പ്രവർത്തന രീതി. ഇന്നത്തെ ബാലസംഘത്തിന്റെ പ്രവർത്തന സമര രീതികളുണ്ടായിരുന്നു. അന്ന് സ്കൂൾ കഞ്ഞി കിട്ടണം, പിന്നെ പാഠപുസ്തകങ്ങൾ സൗജന്യമായി കിട്ടണം എന്നതൊക്കെ ആവശ്യമായിരുന്നു. ഇന്ന് അതൊക്കെ സൗജന്യമായി. അന്ന് ഉച്ചക്കഞ്ഞി വേണമെന്നുള്ള ആവശ്യമുണ്ടായി. സമരം AO ഓഫീസിന് മുമ്പിൽ DO ഓഫീസിന് മുമ്പിലൊക്കെ സ്ഥിരം സമരമായിരിക്കും ബാലസംഘത്തിന്റെ സമരം. ഇപ്പോൾ സ്കൂൾ കഞ്ഞിയല്ല, ഉച്ചക്ക് ചോറാണ്, കറികളാണ്, മുട്ട കൊടുക്കുന്നുണ്ട്, വലിയ സംവിധാനമായി. അപ്പൊ അങ്ങനെയൊക്കെ ആ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അതിനുശേഷം ബാലസംഘം ഏറ്റവും പ്രാദേശിക തലത്തിൽ നിന്ന് തുടങ്ങി അതിന്റെ ജില്ലാ തലത്തിൽ വരെ. ബാലസംഘത്തിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയം അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർന്നു. അതാരാ ഉയർത്തിയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷേ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു. ഞങ്ങൾ ബാലസംഘക്കാരും അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തി. അങ്ങനെ ഒരു ചെറിയ കേസിൽപ്പെട്ട് ഞാൻ കുറച്ച് ദിവസം കുട്ടിക്കാലത്ത് ഒരു 14 വയസ്സ് 15 വയസ്സായി 14 ദിവസത്തോളം ജയിലിൽ കിടന്നു. 15ാം വയസ്സിൽ 14 ദിവസം ജയിൽവാസം. ആ കാലത്ത് ഈ 15ാം വയസ്സിൽ പോയപ്പോൾ ജയിലിലുണ്ടായിരുന്ന ഒരു അനുഭവമില്ല. ഏത് ജയിലിലാണ് അടച്ചത്? കണ്ണൂർ ഈ കതിരൂർ തലശ്ശേരി സബ് ജയിലിൽ. എന്താണ് ആ ഒരു ഓർമ്മ? ജയിലിൽ പോകുന്നത് ഞങ്ങൾക്കൊരു ഭയപ്പാടൊന്നുമില്ല. അന്നൊരു ആവേശമായിട്ടാണ് തോന്നിയത് ജയിലിൽ പോകുന്നത്. അന്ന് പിന്നെ ബാലസംഘക്കാർ മാത്രമല്ല, അവിടുത്തെ കുറച്ച് പാർട്ടി പ്രവർത്തകന്മാരും അതിൽ പ്രതികളായിരുന്നു. ജയിലിലെങ്ങനെയായിരുന്നു അന്നത്തെ നിങ്ങൾ? ആ കാലത്ത് കണ്ണൂരിന്റെ തലശ്ശേരി സബ് ജയിലാണല്ലോ. പ്രമുഖ നേതാക്കന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. അവരൊക്കെ എവിടെയായിരുന്നു. അപ്പൊ ഇവിടെ പ്രാദേശികമായ ചില നേതാക്കന്മാർ, പിണറായി, കണ്ണൂർ തയ്യിൽ, മയിൽ ഭാഗത്തൊക്കെയുള്ള പ്രാദേശിക പ്രവർത്തകരൊക്കെയാണ് അന്ന് തലശ്ശേരി സബ് ജയിലുണ്ടായത്. 15 ദിവസം അവിടെ 14 ദിവസം കിടന്ന് ഇറങ്ങി വരുമ്പോൾ 14 ദിവസം കിടക്കേണ്ടി വന്നു. അതിന്റെ ഇടയ്ക്ക് ജാമ്യം കിട്ടി. എന്നാൽ ഇറങ്ങി വരുമ്പോൾ എന്തായിരുന്നു ഒരു അന്തരീക്ഷം? ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്രയും കരുത്ത് അപ്പോഴത്തേക്കും നേടിയെന്ന് പറഞ്ഞാൽ അതൊരു
അങ്ങനെയൊക്കെ ഒരു സമരം ചെയ്യുക, ജയിലിൽ പോവുക എന്നൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. സമരം ചെയ്യുക, ജയിലിൽ പോവുക, നാടിന് വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെയുള്ളൊരു വായനാനുഭവങ്ങൾ ആ സമയത്ത് തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഈ ഏട്ടനും ആ കാര്യത്തിൽ ഒരു റോൾ മോഡലായിരുന്നു. ഏട്ടൻ അതിനു മുമ്പേ ജയിലിൽ പോയിട്ടുണ്ട്. ബാലേട്ടൻ അല്ലെ? അത് കഴിഞ്ഞ് ഈ ബാലസംഘം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാണ് താങ്കളുടെ സഞ്ചാരം? ബാലസംഘം കഴിഞ്ഞപ്പോൾ പിന്നെ യുവജന സംഘടനാ രംഗത്ത് കേന്ദ്രീകരിച്ചു. ഒരു 20 വയസ്സാകുമ്പോഴേക്കും യുവജന സംഘടനാ രംഗത്ത് വന്നു. DYFI അപ്പോൾ രൂപം കൊണ്ടു. DYFIയുടെ അന്ന് കതിരൂർ വില്ലേജിൻ്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അത് ഒരു 4-5 വർഷക്കാലം വില്ലേജ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. പിന്നീട് DYFIയുടെ തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയിലെത്തി. അതിൻ്റെ സെക്രട്ടറിയായി ഒരു 6-7 വർഷം പ്രവർത്തിച്ചു. അതിനുശേഷം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടും. എന്തായിരുന്നു DYFI ആ കാലഘട്ടത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ? ആ സമയത്ത് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ആ കാലത്തും കാരണം DYFI സമരമുഖത്തായിരുന്നു, ഇന്നത്തെ പോലെയല്ല. അന്ന് എപ്പോഴും സമരം തന്നെയാണ്. DYFI എന്ന് പറഞ്ഞ ഒരു സമര യുവജന സംഘടനയായിട്ടാണ് ജനങ്ങൾ കണ്ടിരുന്നതും പ്രക്ഷോഭം തന്നെയായിരുന്നു പ്രധാനം. ആ സമരത്തൊരു സമരതീഷ്ണമായ ഒരു കാലം തന്നെയാണ്. ഒന്ന് തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ടുള്ള സമരം കൊടുമ്പിരി കൊണ്ടു. പിന്നെ ആ സമയം നമ്മുടെ സമയത്താണ് മന്ത്രിമാരെ തടയുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഏറ്റവും ആവേശമുള്ള ഒരു സമരത്തിൽ ആദ്യമായി പങ്കെടുക്കുന്ന മന്ത്രിമാരെ തടയും. ഏത് മന്ത്രിയാണ് ആദ്യം തടയാൻ പോയത്? അഹമ്മദിന് കണ്ണൂരിൽ. അപ്പം അന്ന് പോലീസ് വെടിവെപ്പൊക്കെ ഉണ്ടായി, പക്ഷെ ആളപായങ്ങളൊന്നും ഉണ്ടായില്ല. അന്ന് ഞങ്ങൾക്ക് വലിയൊരു ആവേശമായിരുന്നു. വയലാറിലെ അനഘാശയന്റെ ചരിത്രമൊക്കെ വായിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ. വായന കൂടെ ഉണ്ടായിരുന്നു. വായന ഇപ്പോൾ എത്ര വയസ്സ് തുടങ്ങി വായന? വായന ഒരു 16 വയസ്സ് തൊട്ട് തന്നെ നല്ല വായന. ആദ്യം ഹൃദയം കീഴടക്കിയ ഒരു പുസ്തകം ഏതാണ് വായനയിൽ ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് മാറിയത്? ഇഷ്ടപ്പെട്ട ആദ്യം വായിച്ചത് മണ്ണിന്റെ മാറിൽ എന്ന ചെറുകാടിലുള്ള ഒരു പുസ്തകം, നോവൽ. ആദ്യമായിട്ട് വായിച്ചൊരു അനുഭവം ഉണ്ടായി. അതാണ് വായനയിലേക്ക് താങ്കളെ കൈപിടിച്ചു ഉയർത്തിയ ഒരു നോവലിലൂടെയാണ് വായനാ രംഗത്തേക്ക്. വായനാനുഭവം ഉണ്ടായ പുസ്തകം മണ്ണിന്റെ മാറിൽ. എൻ്റെ ഒരു ചോദ്യം, കതിരൂര് പോലുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന്, അത് ശരിക്കും ഒരു ഗ്രാമ അന്തരീക്ഷമാണ്. തലശ്ശേരി എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടായിരുന്ന ഒരു ഹൈടെക് നഗരം എന്ന് പറയാം. കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് വലിയ വാണിജ്യ നഗരമായിരുന്ന ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരു നഗരമാണ് ശരിക്കും തലശ്ശേരി. നല്ല ഇംഗ്ലീഷുകാരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഈ ഗ്രാമത്തിൽ നിന്ന് കണ്ണൂർ തലശ്ശേരി പോലുള്ള ഒരു നഗരത്തിൻ്റെ ടൗണിൻ്റെ ചുമതലയിലേക്ക് വരുമ്പോൾ ഉണ്ടായ ഒരു മാറ്റങ്ങൾ എന്താണ്? അല്ല, അതിനെന്നെ സ്വാധീനിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. ഞാൻ DYFIയുടെ ജില്ലാ പ്രസിഡൻ്റായി പയ്യന്നൂർ സമ്മേളനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ സമ്മേളനത്തിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കോടിയേരിയായിരുന്നു. സ്റ്റേജിൽ വെച്ച് കോടിയേരി എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ DYFIയുടെ ജില്ലാ പ്രസിഡൻ്റാണ്, നീ ഒരു പുല്ലോട്ടുകാരനാവരുത്. അതെൻ്റെ മനസ്സിലിപ്പോൾ ഒരു കുറിച്ചു വെച്ച വാക്കാണ്. പുല്ലോട്ടുകാരനാവരുത് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഗ്രാമത്തിന്റെ ഒരു ശൈലി മാത്രം പോരാ, നഗരത്തിന്റെ ശൈലി വേണം. ജില്ലയിലാകെ പ്രവർത്തിക്കേണ്ട ഒരു സഖാവാണ്. അത് എൻ്റെ ഒരു ആപ്തവാക്ക്, എൻ്റെ മനസ്സിൽ തറച്ച, ഞാൻ ചിന്തിച്ച ഒരു വലിയൊരു വാക്ക് കോടിയേരി പറഞ്ഞ വാക്ക്. സമ്മേളന വേദിയിൽ വെച്ച് നീ ഇപ്പൊ ഒരു DYFIയുടെ ജില്ലാ പ്രസിഡന്റാണ്, നീ ഒരു പുല്ലോട്ടുകാരനായി മാത്രം ഒതുങ്ങരുത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ടൗണിന്റെ ചുമതലയിലേക്ക് പിന്നെ വരുന്നത്. എന്തായിരുന്നു ഈ വ്യത്യാസം താങ്കൾ കണ്ടത്? ഞങ്ങൾക്ക് ഈ എവിടെ എത്തിയാലും പ്രവർത്തിക്കാനുള്ള ഒരു പ്രതലം നമ്മൾ ഉണ്ടാക്കും. ഒന്ന്, ഒരാളോട് എങ്ങനെ പെരുമാറണം, ഒരു വീട്ടിൽ ചെന്നാൽ അവരുടെ സമീപനം എന്തായിരിക്കണം, പിന്നെ ഒരാളുടെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് എങ്ങനെ അവരെ അപ്രോച്ച് ചെയ്യാം, അതൊക്കെ ഞങ്ങൾക്ക് തലശ്ശേരിയിൽ പ്രവർത്തിച്ചപ്പോൾ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തലശ്ശേരിയിൽ അങ്ങനെ വല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. തലശ്ശേരി ലോക്കൽ കമ്മിറ്റിക്ക് സ്വന്തമായൊരു ആസ്ഥാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പാർട്ടി ഒരുപാട് കാലം ചർച്ച ചെയ്തിട്ട് പരിഹാരമായില്ല. അപ്പോൾ എനിക്കൊരു നിർബന്ധം, ഒരു ആസ്ഥാനം ഇവിടെ ഉണ്ടാക്കണം. അങ്ങനെയാണ് പഴയ ബസ് സ്റ്റാൻഡിൽ ഒരു സ്ഥലത്തിന് പണ്ടെങ്ങോ അഡ്വാൻസ് കൊടുത്തിരുന്നു, സ്റ്റാർ കഫേയുടെ പുറകിൽ. ആ സ്ഥലം നമ്മൾ രജിസ്റ്റർ ചെയ്തു, പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഈ നാരായണൻ്റെ ഒക്കെ സഹായത്തോടു കൂടി രജിസ്റ്റർ നടത്തി. അങ്ങനെയാണ് ഇന്ന് തലശ്ശേരി ലോക്കൽ കമ്മിറ്റിക്ക് ഒരു ഓഫീസ് ഉണ്ടാകുന്നത്. അപ്പോൾ അപ്പോഴേക്കും ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മറ്റു ചുമതലകളിലേക്ക് മാറി.
അപ്പോൾ അങ്ങനെ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചു. പിന്നീട് അതിന് ശേഷമാണ് തലശ്ശേരി ഏരിയ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റെടുക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചു. ഇതിനിടയിൽ ട്രേഡ് യൂണിയൻ രംഗത്തൊക്കെ ഇതിനിടയിൽ ഇതിനിടയിൽ ട്രേഡ് യൂണിയൻ രംഗത്തും ഉണ്ടായിരുന്നു. ട്രേഡ് യൂണിയൻ ആദ്യം ഞാൻ യൂണിയൻ രംഗത്തേക്ക് കടന്നു വന്നത് മത്സ്യവിതരണ തൊഴിലാളികളെ സംഘടിപ്പിക്കുക, അതിൻ്റെ ഒരു ചുമതല ഏറ്റെടുത്തു. അതിൻ്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. മറ്റൊന്ന്, തീരദേശത്ത് ഒരു പ്രത്യേക ശ്രദ്ധ വേണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളി രംഗത്ത് അതിൻ്റെ ഭാരവാഹിയായിട്ടും കുറച്ചു കാലം പ്രവർത്തിച്ചു. പിന്നെ തലശ്ശേരി ബീഡ് തൊഴിലാളി യൂണിയൻ്റെ, അത് ചരിത്രപ്രധാനമായ ഒരു സംഘടനയാണ് തലശ്ശേരി ബീഡ് തൊഴിലാളി യൂണിയൻ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നവോത്ഥാന ചരിത്രമുള്ള ഒരു പ്രസ്ഥാനമാണ് തലശ്ശേരി ബീഡ് തൊഴിലാളി യൂണിയൻ. ഒത്തിരി നേതാക്കളെ അതിന്റെ നേതാക്കന്മാർ AK ജിയും കൃഷ്ണപിള്ളിയും ഒക്കെ അതിന്റെ പ്രസിഡന്റുമാരായിരുന്നു. ആ യൂണിയന്റെ ഒരു ഭാരവാഹിയായിരിക്കാനും ഒരു ഭാഗ്യം ഉണ്ടായി കുറച്ചു കാലം. ബീഡ് തൊഴിലാളി പദവിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. കൃഷ്ണപിള്ളി അതിന്റെ പ്രസിഡന്റ്. തലശ്ശേരി ബീഡ് തൊഴിലാളിന് അത്രയും വലിയ ചരിത്രമുണ്ട്. സഖാവ് PV ചേട്ടൻ, PV കുട്ടിയേട്ടൻ, പഴയ പ്രമുഖരായിട്ടുള്ള വളരെ പ്രമുഖന്മാരാണ്. TU രാമുണ്ണി, കാരായ് ശ്രീധരൻ, ഇവരൊക്കെ അതിന്റെ പ്രമുഖ നേതാക്കന്മാരായിരുന്നു. അപ്പോൾ അത്രയും പ്രഗത്ഭരായ മനുഷ്യരിരുന്ന കസേരയിൽ ഇരുന്നു കൊണ്ടാണ് നഗരത്തിൽ കൂടുതൽ സജീവമായത്. പ്രാഗൽഭ്യത്തോടു കൂടി അല്ലെങ്കിലും അതൊക്കെ ഒരു അനുഭവങ്ങളായിരുന്നു. യെസ്, നമുക്കൊരു പറഞ്ഞോളൂ. ഈ സമയത്താണ് നഗരസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഞാൻ ഇവിടെ ലോക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ളൊരു വെല്ലുവിളി, അന്ന് കോടിയേരി കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കോടിയേരി കൂടി കൂട്ടിച്ചേർക്കാതെ തലശ്ശേരി നഗരത്തിൽ നിന്ന് തന്നെ ഭൂരിപക്ഷം ഉണ്ടാക്കണമെന്നൊരു വാശി ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏറ്റെടുത്തു. അത് സാധ്യതമാക്കി. തലശ്ശേരി പഴയ നഗരപ്രദേശത്ത് നിന്ന് തന്നെ. ഈ നാരായണൻ ചെയർമാനാകുന്ന അങ്ങനെയാണോ? അല്ല, ഈ നാരായണൻ അതിന് മുമ്പെയാണ്. ഈ സമയത്ത് ചെയർമാനായിട്ട് വരുന്നത് മുഹമ്മദ് സലീമാണ്. സലീം പക്ഷേ വരുമ്പോഴത്തേക്കും കോടിയേരി ചേർന്നില്ലേ നമ്മളോട്? തലശ്ശേരിയോട് ചേർന്നു. കോടിയേരി ചേർന്നു അന്നേരം ചേർന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഇവിടെ വഹിക്കുമ്പോൾ തലശ്ശേരി നഗരപ്രദേശത്ത് നിന്ന് ഇടതുപക്ഷത്തിന് ഭരിക്കാൻ ആവശ്യമായ സീറ്റ് വേണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അത് നേടാൻ സാധിച്ചു. കാലത്ത് സാധിച്ചു. എന്തായാലും ചെറിയൊരു ബ്രേക്ക് നമുക്ക് എടുക്കാം. ഇനി നിർണായകമായ 12 വർഷക്കാലം ഇദ്ദേഹം തലശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പാർട്ടി കേന്ദ്രമാണ് തലശ്ശേരി എന്ന് പറഞ്ഞാൽ കോടിയേരിയുടെയും പിണറായിയുടെയും ഒക്കെ മണ്ണാണ് തലശ്ശേരി. അവിടെ 12 വർഷം ഏരിയ സെക്രട്ടറി ആയിരുന്ന അനുഭവം ചെറുതല്ല. അതിനകത്തേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. അദ്ദേഹം തലശ്ശേരി ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള 12 വർഷക്കാലത്തെ അനുഭവത്തിലേക്ക് ഒന്ന് കിടക്കാം. അങ്ങനെ കതിരൂർ ഗ്രാമത്തിൽ നിന്ന് തലശ്ശേരി പോലുള്ള വലിയ, അന്ന് ഏരിയ കമ്മിറ്റി എത്ര ബ്രാഞ്ച് ഉണ്ട് അന്ന് തലശ്ശേരി ഏരിയ കമ്മിറ്റി കീഴിൽ? പിണറായി ഉൾപ്പെടെ തലശ്ശേരിയുടെ കീഴിലല്ലേ അന്ന്? 285ഓളം ബ്രാഞ്ചുകൾ. 285 ബ്രാഞ്ചുകൾ. എത്ര ലോക്കൽ? അന്ന് ഏതാണ്ട് 14 ലോക്കൽ, 285 ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയുടെ പാർട്ടി അംഗത്വത്തിനടുത്ത് തലശ്ശേരി ഏരിയയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു അന്ന്, അക്കാലത്ത് അവിഭക്ത ഏരിയയിൽ. അപ്പോൾ അത്രയും വലിയ ഒരു ഏരിയയുടെ ചുമതലയിലേക്കാണ് താങ്കൾ വരുന്നത്. ഇതിനേക്കാൾ വലിയ ഏരിയയും മെമ്പർഷിപ്പൊക്കെയുള്ള ഏരിയ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നു. അല്ല, ഇത്രയും വലിയ തലശ്ശേരി എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയുള്ള ഒരു സ്ഥലമാണ്. ഒരു തലസ്ഥാന പ്രദേശം പോലെ, പിന്നെ സംഘർഷം മുറ്റി നിന്ന ഒരു അന്തരീക്ഷമുള്ള പ്രദേശം എന്നൊക്കെയാണ് ആളുകൾ കണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് താങ്കൾ ചുമതല ഏൽക്കുന്നത്. എന്തായിരുന്നു താങ്കളുടെ ഒരു ഫീലിംഗ് ഇത്രയും വലിയൊരു ചുമതലയിലേക്ക് വരുമ്പോൾ? ഞങ്ങളത് ഇന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് അതിനൊക്കെ അതിജീവിച്ച് കടന്നുപോയത് എന്നുള്ളതൊരു അത്ഭുതം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ടിയിൽപ്പെട്ട നിരവധി ആളുകളാണ് നിരന്തരമായി ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു വല്ലാത്ത. താങ്കൾ ഏരിയ സെക്രട്ടറിയായി ചുമതലയേറ്റ ആദ്യം താങ്കൾ നേരിടേണ്ട ഒരു പ്രതിസന്ധി, രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരുന്നു? കൊലപാതകങ്ങളിൻ്റെ. ആദ്യത്തെ കൊലപാതകം ഏതായിരുന്നു താങ്കൾ? ആദ്യത്തെ കൊലപാതകം എന്ന് പറയുമ്പോൾ പിന്നെ താങ്കൾ ഏരിയ സെക്രട്ടറിയായി ചുമതലയേറ്റപ്പോൾ ഫസ്റ്റ് സംഭവം, അതുവരെ താങ്കൾ ഈ ഇവിടെയുള്ള നമ്മളെ കൊളശ്ശേരി ഭാഗത്തുള്ള സംഭവം, രജീഷിൻ്റെ സംഭവം, അപ്പം അങ്ങനെ തുടങ്ങി ഓരോ കുറേ കൊലപാതകങ്ങൾ നടന്നിരുന്നു. ഈ കൊലപാതകമൊക്കെ വന്നപ്പോൾ താങ്കൾ എങ്ങനെ, താങ്കളാണല്ലോ ചുമതലക്കാരൻ, ഒരു പക്ഷേ താങ്കളുടെ ഒരു മാനസിക അവസ്ഥ എന്തായിരുന്നു? താങ്കളുടെ സഖാക്കൾ, പ്രിയപ്പെട്ട സഖാക്കളാണ്
കൊല്ലപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അതിന് എങ്ങനെയാണ് ഈ 12 വർഷം ഇതിനെയൊക്കെ അതിജീവിച്ചത്? വല്ലാത്ത പ്രയാസങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ എൻ്റെ മൂക്കിനകത്ത് ഇപ്പോഴും മോർച്ചറിയിലെ ഗന്ധം ഇപ്പോൾ മുറ്റി നിൽക്കുന്നുണ്ട്. പരിക്കേറ്റ് സഖാക്കളുടെ ചോരയുടെ മണം മോർച്ചറിയിൽ അതിപ്പോഴും എപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ കാണാം. മനസ്സിലെപ്പോൾ അതിങ്ങനെ ഇരച്ചു വരും. ഞാനൊരു കാര്യം കൂടി എൻ്റെ മനസ്സിൽ സ്പർശിച്ചൊരു കാര്യം, കൊല്ലപ്പെട്ട പല സഖാക്കളും വളരെ പാവപ്പെട്ട ആളുകളായിരുന്നു. വളരെ വേദനിപ്പിക്കുന്ന പല രംഗങ്ങളും. ഇവർ മിക്കവാറും വിവസ്ത്രരായിട്ടാണ് മോർച്ചറിയിലുണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും സൂക്ഷ്മമായിട്ട് പോലും ഒരു സഖാവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കീറിയ അടിവസ്ത്രം ധരിച്ച സഖാക്കൾ വരെ കൊല്ലപ്പെട്ടവർ, പാവപ്പെട്ടവർ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ മനസ്സിന് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ കീറിയ അടിവസ്ത്രം, അരിച്ച് മുറിച്ച് അടിവസ്ത്രം ധരിച്ച സഖാക്കൾ. ഇപ്പോൾ മോർച്ചറിയിൽ കടത്തുമ്പോൾ വസ്ത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പാർട്ടി നേതാക്കന്മാരെന്നതിൽ ഞങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ അവരെ ബോഡി പരിശോധനയുടെ സമയത്ത് ഇതൊക്കെ കാണുന്നത് ഒരു വല്ലാത്ത പ്രയാസം ഉണ്ടാക്കും. ഇപ്പോൾ വീട്ടിൽ ഇവരെ എത്തിക്കുമ്പോൾ അവിടെയുള്ള ഭാര്യയുടെയും മക്കളുടെയും അമ്മയുടെയും ഒക്കെ കൂട്ട നിലവിളിയും കരച്ചിലൊക്കെ സഹിക്കാൻ, പക്ഷെ ആളുകളെ കൂട്ടുന്ന ആരും കാണാതെ നിന്ന് കരയും, ആരും കാണാതെ നിന്ന് കണ്ണീർ വാർക്കും. ആളുകളുടെ മുമ്പിൽ നിന്ന് കണ്ണീർ വാർക്കാൻ പറ്റില്ലെങ്കിലും അപ്പോൾ അത് ദൗർബല്യമായിട്ട് കരുതി പോകും. പക്ഷെ ആൾക്കൂട്ടത്തിനിടയിൽ ഒന്ന് തല കുനിച്ചിട്ട് ഒന്ന് കണ്ണ് ചിമ്മി കണ്ണീരൊപ്പിയ ഒരുപാട് അനുഭവങ്ങൾ ആ സമയത്ത് ഒക്കെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്രമിക്കപ്പെട്ടവരും കൊല്ലപ്പെട്ടവരുമായ കുടുംബങ്ങളോട് അങ്ങേയറ്റം പ്രതിബദ്ധത വേണം എന്നൊരു നിർബന്ധം ഞങ്ങളുടെ പാർട്ടിക്കുണ്ടായി. അപ്പോൾ അങ്ങനെ ആ കുടുംബങ്ങളെല്ലാം സംരക്ഷിക്കുക, സാമ്പത്തികമായി സംരക്ഷിക്കുക, അവരുടെ മക്കളെ സംരക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിർബന്ധ ബുദ്ധി ആ കാലത്ത് ഞങ്ങൾ പുലർത്തിയിരുന്നു. കുടുംബ സംരക്ഷണം, മക്കളെ ജോലി കൊടുത്ത് സംരക്ഷിക്കാൻ പറ്റുന്നത് അങ്ങനെ, ഭാര്യമാരെ സംരക്ഷിക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെയാണ് ആ കുടുംബത്തോട് ഞങ്ങൾ രക്തസാക്ഷി കുടുംബങ്ങളെ എപ്പോഴും ചേർത്ത് നിർത്തി. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇത് കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തിരിച്ച് എതിർപക്ഷത്തും ഇതുപോലെ മനുഷ്യർ മരിച്ചു വീണിട്ടുണ്ട്, അവരുടെ കുടുംബങ്ങളും ഇങ്ങനെ അനാഥമായിട്ടുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു അതിനോട്? ഒരു സാധാരണ മനുഷ്യൻ, ഇത് കാണുന്ന ഒരു മനുഷ്യൻ താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ എതിർപക്ഷത്ത് സംഭവിച്ചതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ടാവും. അതിനോട് താങ്കളുടെ മറുപടി? എല്ലാ മരണവും ദുഃഖകരം തന്നെയാണ്. അത് ഒരു കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ മറുപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്കാരനോ എന്ന വ്യത്യാസം, ആരും കൊല്ലപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്നൊരു പ്രശ്നം, പലപ്പോഴും ഞാൻ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ് നേരിടേണ്ടി വന്നത്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ജനങ്ങൾ കൂട്ടായി അതിനോട് പ്രതികരണം നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം ഒരു കൊലപാതകത്തിന് മറുകൊലപാതകം എന്ന രീതിയായിരുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും. ആ പ്രതിഷേധ പരിപാടിയിൽ ഞാനൊക്കെ പ്രസംഗിക്കുമ്പോൾ വളരെ പരുഷമായ ശക്തമായ ഭാഷയിലാണ് പ്രസംഗിക്കുക. അപ്പം അത് നമ്മുടെ ബഹുജനങ്ങൾക്കും നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർക്കും ഒരു കൊലക്ക് പകരം മറ്റൊരു കൊലയിൽ നിന്ന് ഒഴിവാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വികാരം തണുപ്പിക്കാനുള്ള, എന്നാൽ കുറച്ച് ആവേശവും കൊടുത്തുകൊണ്ട് ഞങ്ങൾ തളരില്ല, ഞങ്ങൾ വിടില്ല എന്നൊക്കെ പറയുമ്പോൾ മറു കൊലപാതകത്തിലേക്ക് എത്താതിരിക്കാനുള്ളൊരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റാണ് പാർട്ടി അക്കാലത്ത് നടത്തുക. നല്ല ശക്തമായ പ്രതിഷേധവും വാക്കുകളൊക്കെ ഉപയോഗിക്കുക, വിടില്ല എന്ന് ശക്തമായി പറയുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെ അണികളും പ്രവർത്തകരും ബഹുജനങ്ങളും ക്ഷീണിച്ചു പോകാതിരിക്കും. അപ്പം അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ച്മെൻ്റാണ് അത്. പക്ഷെ അത് നേരെ തിരിച്ച് വൈകാരികമായി ഞങ്ങൾ വിടില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്നാൽ പിന്നെ വിടണ്ട എന്ന് നമ്മൾ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെടുന്ന ഒരു സ്ഥിതി അത് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള യോഗങ്ങളും പ്രതികരണങ്ങളും ജനകീയമായ മുന്നേറ്റങ്ങളും ഒക്കെ നടന്നിടത്ത് അത് കുറവായിരിക്കും. ഈ 10-12 വർഷം ഈ പോസ്റ്റിലിരുന്നു, ഒത്തിരി കൊലപാതകങ്ങൾ താങ്കൾ കണ്ടു, മോർച്ചറിയുടെ രൂക്ഷഗന്ധം ഇപ്പോഴും മനസ്സിൽ ഉണ്ട്. അങ്ങനെ ഒരു കൊലപാതക രാഷ്ട്രീയം കൊണ്ട്, അക്രമ രാഷ്ട്രീയം കൊണ്ട് എന്ത് നേടി എന്നൊരു സാധാരണ മനുഷ്യൻ താങ്കളോട് ചോദിച്ചാൽ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനോട് ചോദിച്ചാൽ താങ്കൾക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? കൊലപാതകം കൊണ്ടൊന്നും നേടാനാവില്ല, ഒന്നും ഒരു പാർട്ടിക്കും നേടാൻ സാധിച്ചിട്ടുണ്ടാവില്ല.
പക്ഷേ ഒരു കാര്യമുണ്ട്, പ്രതിരോധിച്ച് മുന്നോട്ട് പോയ സ്ഥലങ്ങളിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ടുള്ളൂ. ഇപ്പോൾ ആക്രമിക്കപ്പെട്ട സ്ഥലത്ത് കീഴടങ്ങി കൊടുത്തെങ്കിൽ അവിടെ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. കീഴടങ്ങി കൊടുക്കാൻ പറ്റില്ല, പാർട്ടിക്ക് പറ്റില്ല. കീഴടങ്ങാൻ പ്രതിരോധിച്ചേ പറ്റൂ. ഈ കേരളത്തിൽ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് കണ്ണൂർ ജില്ലയിൽ ഇത് കൂടുന്നതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? അക്രമം കൂടുന്നതിൻ്റെ ഒരു കാരണം യഥാർത്ഥത്തിൽ ആ വിശകലനം തന്നെ തെറ്റാണ്. കാരണം കേരളത്തിൽ 1-2 ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട്, പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും അധികം സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഉണ്ടായിട്ടുള്ളത് CPIM RSSുമായി ബന്ധപ്പെട്ടായിരിക്കും. വയനാട് പോലുള്ള 1-2 ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും ഇതേപോലെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് കുറച്ച് കൂടുതൽ സംഘർഷം കണ്ണൂർ ജില്ലയിലുണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അതിൻ്റെ കാരണം രാഷ്ട്രീയമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഒന്ന്, തലശ്ശേരി താലൂക്ക് ഒരു പരീക്ഷണ കേന്ദ്രമാണ്. 1971-72 കാലത്തെ വർഗീയ കലാപത്തിലൂടെ ഒരു മുസ്ലിം വിരുദ്ധ മനോഭാവം സൃഷ്ടിച്ചുകൊണ്ട് ഹൈന്ദവ ഏകീകരണം ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ച് നടത്തിയ ഒരു പരീക്ഷണശാലയാണ് തലശ്ശേരി. ആ പരീക്ഷണശാലയിൽ കൂടുതലായ ആക്രമണം CPIMന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനോടുള്ള ജനകീയമായ പ്രതിരോധവും പലയിടത്തും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ തലശ്ശേരി മാത്രമല്ല, തലശ്ശേരി താലൂക്കിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങനെയുള്ള പ്രതികരണങ്ങളും പ്രതിരോധങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ CPIM തന്നെ ഇത് തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിയാണല്ലോ. പാർട്ടിയുടെ തൃശ്ശൂർ സമ്മേളനം അത് പരസ്യമായി പ്രഖ്യാപിച്ചല്ലോ. അപ്പം അത് ജനങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് അത് തീരുമാനിച്ചത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കതിരൂർ ബാങ്ക് ഒരു ഗ്രാമത്തിൽ ഒരു 5 കോടി മാത്രം ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു ബാങ്കിനെ 250 കോടിയിലേക്ക് എത്തിച്ച ആ ഒരു മെസ്മറിസം എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചാലോ കാരായിയോട്, പ്ലീസ്. അതൊരു വലിയ റിസ്ക്കാണ് നമ്മൾ ഏറ്റെടുത്തത്. യഥാർത്ഥത്തിൽ ഞങ്ങളെ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ 5 കോടി ഉണ്ടായിരുന്നില്ല, 5 കോടിക്കടുത്തേ ഉള്ളൂ. പക്ഷേ അത് റൗണ്ട് ചെയ്തു. 5 കോടിയിൽ നിന്ന് ആദ്യത്തെ 5 വർഷം 100 കോടിയിലേക്ക് എന്ന ലക്ഷ്യം വെച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായി അത് ഒന്നെന്താണെന്ന് പറഞ്ഞാൽ, ഒരു ധനകാര്യ സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന ആളുകളാര് എന്ന് സമൂഹം നോക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ്. ഇദ്ദേഹത്തിൻ്റെ പണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം എന്താണ്? അദ്ദേഹം വിശ്വസ്തനാണോ, സത്യസന്ധനാണോ എന്ന് ആളുകൾ ചിന്തിക്കും. ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ വിശ്വാസ്യതയാണ് കതിരൂർ ബാങ്കിനെ അതിലേക്ക് ആളുകൾ നിക്ഷേപവുമായിട്ട് എത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് അത് 250 കോടി 250 കോടിയിലേക്ക്. ഇന്ന് 500 കോടി. ഇന്ന് ആരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്? താങ്കൾ ആ ബോർഡിലുണ്ടോ? ഞാൻ ഇന്നും അതിൻ്റെ ബോർഡിലുണ്ട്. റെപ്കോവിൻ്റെ പ്രതിനിധിയായിട്ട് വരുന്നത് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. കതിരൂർ ബാങ്ക് അങ്ങനെ തന്നെയാണ്. കതിരൂർ ബാങ്കും അതിലും ഈ പറയുന്നത് പോലെ ജനസേവന പ്രവർത്തനങ്ങളിലേക്കാണ് അത് കടന്നു വന്നത്. കതിരൂർ പഞ്ചായത്തിൻ്റെ ഇടത്തരം മധ്യവർഗ വിഭാഗം ഇടതുപക്ഷ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുന്നത് കതിരൂർ ബാങ്കിൻ്റെ വളർച്ചക്കൊപ്പമാണ് എന്ന വിശകലനം കൂടി എനിക്കുണ്ട്. മധ്യവർഗ വിഭാഗത്തെ മധ്യവർഗം പൊതുവെ ഇടതുപക്ഷത്തോടൊപ്പം ആയിരുന്നില്ല. ഈ കതിരൂർ ബാങ്കിൻ്റെ ഈ ലോണൊക്കെ കൊടുക്കുന്നത് പറഞ്ഞല്ലോ, വേറെ ഏതൊക്കെ മേഖലകളിലാണ് താങ്കൾ പ്രധാനമായിട്ട് കടന്നു പോയിട്ടുള്ളത്? കേരളത്തിൽ ആദ്യമായിട്ട് സാഹിത്യരംഗത്ത് ഇടപെടുന്ന സഹകരണ സ്ഥാപനം കതിരൂർ ബാങ്കാണ്. അതായത് വടക്കേ മലബാറിൽ ഏറ്റവും പ്രശസ്തനായ VVK എന്ന കവിയുടെ സ്മരണ. VVKയുടെ ഫുൾ ഫോം എന്താണ്? VV കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ. കതിരൂരുകാരനാണ്. അദ്ദേഹം കതിരൂർ താമസിച്ചിരുന്നു. കതിരൂർ ഹൈസ്കൂൾ പഠിപ്പിച്ചിരുന്നു. തൊട്ടടുത്ത ഇരുവട്ടിയിലാണ് പിന്നീട് താമസിച്ചത്. കതിരൂർ പ്രദേശം തന്നെ. കതിരൂർ പ്രദേശം തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സാഹിത്യ അവാർഡ്, അത് കേരളത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ്. ഈ കതിരൂർ ബാങ്കിന് പുറമെ വലിയ ചിത്രകലയായിട്ട് ബന്ധപ്പെട്ടൊരു ചരിത്രമൊക്കെ ഉണ്ടല്ലോ. ശരിക്കും എന്താണത്? ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കാൻ കതിരൂർ ബാങ്ക് അന്ന് ഇടപെട്ടിരുന്നു. ബാങ്കുകളിൽ
പെയിൻറ്റിങ്സ് സൂക്ഷിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും എല്ലാ ബ്രാഞ്ചുകളിലും കതിരൂരിലെ ചിത്രകാരന്മാരുടെ പെയിൻറ്റിങ്സ് വെക്കുക പതിവായിരുന്നു. അപ്പോൾ പെയിൻറ്റിങ്ങിനെ സ്നേഹിക്കുന്ന ഒരു നാട് കൂടിയാണ് ആ നാട്. അവിടെ വലിയ ഗാലറിയൊക്കെ കേട്ടിട്ടുണ്ട്. അത് താങ്കളുടെ കേരളത്തിലെ ആദ്യത്തെ ആർട്ട് ഗാലറിയാണ്. അതിനകത്ത് താങ്കളൊക്കെ എങ്ങനെയാണ് അതിനകത്തൊക്കെ പങ്കാളികളായി മാറിയത്? അതൊക്കെ നമ്മുടെ ഒരു വലിയ നിലയിലുള്ള പിന്തുണയും സഹായവും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഒരു ചിത്രഗ്രാമം പദ്ധതി നമ്മുടെ ആശയത്തിൽ രൂപപ്പെട്ടു വന്നതാണ്. എല്ലാ ഗ്രാമത്തിലും ചുവർ ചിത്രം, എല്ലാ വായനശാലയിലും എല്ലാ സർക്കാർ സ്ഥാപനത്തിലും ചിത്രങ്ങളുണ്ട്, ചുവർ ചിത്രങ്ങൾ. ചിത്രകലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അല്ലേ? സാഹിത്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പിന്നെ മാധ്യമ അവാർഡും ഉണ്ട്. അപ്പൊ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. ഈ പണം, ഇത്രയും പണം, ഈ 500 കോടിയൊക്കെ അങ്ങനെ ഒരു പ്രദേശത്ത് നിന്ന് സ്വരൂപിക്കാൻ അതിന്റെ ഒരു ജൂറിസ്ഡിക്ഷൻ എവിടെ വരെ ആയിരിക്കും കതിരൂർ ബാങ്കിന്റെ? ജൂറിസ്ഡിക്ഷൻ പിണറായി പഞ്ചായത്തിന്റെ ഒരു ഭാഗമുണ്ട്, എരഞ്ഞോളി പഞ്ചായത്തിന്റെ ഭാഗം, കതിരൂർ പഞ്ചായത്തിന്റെ കുറച്ച് ഭാഗം. പിന്നെ ബ്രാഞ്ച് ഉണ്ട് ഇപ്പോൾ കതിരൂർ ബാങ്കിന്? 12 ബ്രാഞ്ചുകൾ. നമുക്കൊരു സക്സസ് സ്റ്റോറി കതിരൂർ ബാങ്കിനെ തന്നെ ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം മലബാർ ക്യാൻസർ സെന്റർ എക്സിക്യൂട്ടീവിൽ താങ്കൾ ഉണ്ടായിരുന്നല്ലോ. അതൊരു ലാവലിൻ കേസിന്റെ ബാക്കി പത്രമായിട്ട് എപ്പോഴും ഇന്നും ആളുകളുടെ മനസ്സിൽ അതൊരു അഴിമതിയുടെ സ്മാരകമായിട്ടാണ് എതിർപക്ഷം എപ്പോഴും പറയുക. സത്യത്തിൽ അങ്ങനെയല്ല എന്ന് അവിടെ ചെന്നാൽ ആർക്കും മനസ്സിലാവും. എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു ഓർമ്മ? അത് ആ കാലത്ത് മലബാർ ക്യാൻസർ സെൻ്റർ ഒരു നല്ല ടീം വർക്കാണ്. മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ വളർച്ചയ്ക്ക് ആ കാലത്ത് വലിയ പങ്ക് അന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും അന്ന് ഡയറക്ടറായിട്ടുള്ള അദ്ദേഹത്തിന് സാധിച്ചു. ഈ സതീഷ് സുബ്രഹ്മണ്യത്തിനെ തന്നെ ഇങ്ങോട്ട് ഡയറക്ടറായിട്ട് കൊണ്ടുവരണമെന്ന് നമ്മളന്വേഷിച്ച്, ഞങ്ങളുടെ കാലത്ത് അന്വേഷിച്ച് തിരിച്ചു കൊണ്ടുവന്നതാണ്. സതീഷിന്റെ കാലമാണ് ഒരു സുവർണ്ണ കാലമായി മാറിയിരിക്കുന്നത്. ഡോക്ടർ ഇക്ബാൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. ഇക്ബാൽ പോകുമ്പോൾ മറ്റൊരാൾ ആര് എന്ന് ചോദ്യം വന്നപ്പോൾ അതിന് ഉത്തരമായിരുന്നു ഞങ്ങൾ ഈ ഉത്തരം ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അത് ശരിയായിരുന്നു. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. അപ്പൊ നല്ല നിലയിൽ തന്നെ അത് നടക്കുന്നു. ഇനി റബ്കോയിലേക്ക് ഒന്ന് പോയാലോ? എന്താണ് റബ്കോ? റബ്കോ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു സഹകരണ പ്രസ്ഥാനമാണ്. ഇപ്പൊ റബ്കോ ചെയർമാൻ എന്നുള്ള നിലക്ക് നമുക്കൊരു സക്സസ് സ്റ്റോറി ചെയ്യാൻ പറ്റില്ല. താങ്കളുടെ രാഷ്ട്രീയത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. എന്താണ് റബ്കോയുടെ നിലവിലുള്ള അവസ്ഥ? റബ്കോ ഒരു വലിയ സ്ഥാപനം തന്നെയാണ്. സഖാവ് ഇ നാരായണൻ്റെയും ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായിയുടെയും ഒരു സ്വപ്നമാണ് റബ്കോ. യഥാർത്ഥത്തിൽ റബ്ബർ കർഷകരെ അവരുടെ ഉന്നതിക്ക് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനം ആ മേഖലയിൽ നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവിക റബ്ബറിന് കൂടിയ വില കൊടുത്ത് വാങ്ങിച്ച് കൃഷിക്കാരെ സംരക്ഷിച്ചു. പാഴായി പോകുന്ന റബ്ബർ തടിയെ ലോകോത്തരമായ ഫർണിച്ചർ ഉരുപ്പടിയാക്കി മാറ്റാം എന്ന് കാണിച്ചു കൊടുത്തത് കേരളത്തിൽ റബ്കോ ആണ്. ഏറ്റവും ഈടുറ്റ ഫർണിച്ചർ, മനോഹരമായ ഫർണിച്ചർ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാണിച്ചത്. ഇതേപോലെ തന്നെ റബ്ബറും കൊയറും ഉപയോഗിച്ചുകൊണ്ടുള്ള മാട്രസ് ലോകോത്തര ബ്രാൻഡായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ഇന്നും 1500ഓളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. 1500 പേര് ജോലി ചെയ്യുന്നുണ്ട്. 500-ലധികം പേർ അനുബന്ധമായി വീണ്ടും 2000 പേര് മൊത്തമുണ്ട് ജോലി. എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ റബ്കോ പുറത്തിറക്കുന്നത്? ശരിക്കും റബ്കോ ഇപ്പം വിവിധ തരത്തിലുള്ള ശ്രേണികളിലുള്ള മാട്രസ് ഇറക്കുന്നുണ്ട്. ഒരു 160-ലധികം ഫർണിച്ചർ ഐറ്റംസ്, 160-ലധികം ഫർണിച്ചർ ഐറ്റംസ് ഉണ്ട്. ഇപ്പം ഞങ്ങളൊരു ബെൻഡഡ് ഐറ്റമിലേക്ക് ഫർണിച്ചറുകൾ മടക്കി വെക്കാനും പിന്നെ അകത്ത് ചേർത്ത് വെക്കാനും ഒക്കെ സാധിക്കുന്ന പ്രതിസന്ധി ഉണ്ടെങ്കിലും മുന്നേറുകയാണ്. പ്രതിസന്ധിയൊക്കെ തീരും. ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഞങ്ങളിപ്പോൾ കോക്കനട്ട് ഓയിൽ രംഗത്ത് മുമ്പ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്ലാംലി ഫെയർ ക്രീം ഉണ്ടാക്കി ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് സൗന്ദര്യവർദ്ധക വസ്തുവാണ്. അപ്പോൾ പ്രതിസന്ധി ഒരു വിഷയമല്ല. മുന്നേറുകയാണ്. 5 പുതിയ മാട്രസ് പുറത്തിറക്കാൻ വേണ്ടി പോവാണ്. അതായത് പില്ലോ ചേർന്ന മാട്രസ്. ഒരു മാട്രസിന് പില്ലോ വേണ്ടി വരില്ല, വിത്ത് പില്ലോ. വിപണിയിൽ ഇറക്കാൻ പോവുക അല്ലേ? അങ്ങനെ ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടാവും, പക്ഷേ നമ്മുടെ സാധാരണക്കാരന്റെ ശ്രദ്ധയിൽ നമ്മളെവിടെയും കണ്ടിട്ടില്ല. പില്ലോ ചേർന്ന ഒരു മാട്രസ് അത് നമ്മളിപ്പോൾ ഇറക്കണം. 5 തരം പുതിയ മാട്രസ് ഈ ആഴ്ച വിപണിയിൽ ഇറക്കാൻ വേണ്ടി പോവുകയാണ്. പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും നവീകരണവും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ വലിയ പ്രതിസന്ധിയൊക്കെ പോകുന്നു. താങ്കൾ ഈ 2ാം വട്ടവും
പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. താങ്കളെപ്പോലെ വളരെ ലാളിത്യത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഈ ആർഭാടങ്ങളെക്കുറിച്ചൊക്കെ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഏത് തരം ഇപ്പം മുഖ്യമന്ത്രി ഉൾപ്പെടെ സാധാരണ ഏത് കമ്മ്യൂണിസ്റ്റുകാരനോട് ആൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇത്ര ആർഭാടത്തിൽ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നു? ഇപ്പോൾ അത് താങ്കളോട് ചോദിക്കുന്നത് ആരെങ്കിലുമൊക്കെ ഇത് ആലോചിക്കുന്നുണ്ടോ? വെറുതെ ഒന്ന് ചോദിക്കുന്നത് താങ്കളുടെ ഒരു മറുപടി അറിയാൻ വേണ്ടി മാത്രം. യഥാർത്ഥത്തിൽ ആർഭാടം എന്ന് ഒരു മാധ്യമ ബോധം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ യാത്ര എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് മാത്രമല്ല, സെൻട്രൽ ഇൻ്റലിജൻസിൻ്റെ നിർദ്ദേശങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോക്കോൾ അതിന് ബാധകമാണ്. ഓരോ മുഖ്യമന്ത്രിക്കും ഏതെല്ലാം തരം സെക്യൂരിറ്റി വേണം, ആ സെക്യൂരിറ്റി മറികടന്ന് ഒരു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാനാവില്ല. അപ്പോൾ അതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം മാത്രമേ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാനാവൂ. മുഖ്യമന്ത്രി ഇന്ന് ഇത് വേണമെന്നും ആവശ്യപ്പെടാൻ വേണ്ടി സാധിക്കും. ഇനി താങ്കളുടെ കുടുംബം ഒരാൾ പരുവപ്പെടണമെങ്കിൽ ഒരു ജീവിത പങ്കാളി ആരാണ് ഒരു ജീവിത പങ്കാളിയായി കണ്ടെത്തിയത്? ഭാര്യ ഒരു പാർട്ടി പ്രവർത്തകയായിട്ടുള്ള എന്താണ് സാധാരണ എന്താണ് രമ, അനീന എന്ന് പറയും. എവിടെയാണ് വീട്? എവിടെയാണ്? അവർ മാഹിയിലായിരുന്നു. ഞങ്ങൾ അവിടെ മാഹിയിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പരിചയപ്പെട്ടതാണ്. പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല, പരിചയപ്പെട്ടു. അപ്പോൾ കല്യാണം ആലോചിക്കാമെന്ന് അന്നത്തെ പാർട്ടിക്കാരൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ അങ്ങനെ കണ്ടു, കല്യാണം ആലോചിച്ചു. കുട്ടികൾ 2 പേരാണ്. മൂത്ത മകൾ മേഘ, മറ്റേയാൾ സഫ്തർ. മേഘ എന്ത് ചെയ്യുന്നു? മേഘ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എന്തോ പിന്നെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മാരീഡാണോ? മാരീഡാണ്. ആരാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്? വിവാഹം കഴിച്ചിരിക്കുന്നത് മട്ടന്നൂരിലെ ഭാസ്കരൻ മാഷ മകൻ, ശൈല ടീച്ചറെ കൂടി മകൻ. പേര് ലസിത്ത്. പേരക്കുട്ടികൾ? പേരക്കുട്ടിയുടെ പേര് ജഹനാര. ഒരാള്. ഈ മോനെ സഫ്തർ എന്ന് പേരിടാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? അത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മതനിരപേക്ഷ മനസ്സിൻ്റെ ഭാഗമായിട്ടാണ്. ഈ സംഘർഷകാലത്തൊക്കെ വലിയ ഭീഷണികൾ താങ്കൾ നേരിട്ടിട്ടില്ല? എന്നിട്ട് ഒരു കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? കാരണം പല വഴിമാറിപ്പോകേണ്ട കാലം വരെ ഉണ്ടായിരുന്നു, ഇല്ലേ? വഴിമാറിപ്പോയി എന്ന് മാത്രമല്ല, എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വരെ ഞങ്ങളുടെ എന്നെ പിടിക്കാൻ ആളുകൾ വന്ന വിവരം വീട്ടുകാർക്കറിയാം. വീട്ടുകാർ തന്നെ മനസ്സിലാക്കിയിട്ട് കാവൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എത്ര തവണ അത്തരം രംഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് തലനാരിഴയ്ക്ക്? 1-2 ഒരു തവണ ഞാൻ സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ ബോംബെറിഞ്ഞ അനുഭവം ഉണ്ടായി. പിന്നെ പല തവണയും ഇങ്ങനെ ചില നീക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. ഒരു തവണ വീട്ടുകാർ തന്നെ മനസ്സിലാക്കി, അവരൊഴിവാക്കി, ഞാനറിയില്ല. അതായത് അതിരാവിലെ വീട്ടിൻ്റെ പരിസരത്ത് ആളെ കണ്ടു, അവരെതിരായിട്ടുള്ള ആളുകളെ കണ്ടു. പരിസരത്തുള്ളവർ സ്ത്രീകൾ അവർ നോക്കി, അവർ 2-3 പേർ ചേർന്ന് നോക്കിയപ്പോൾ അത് ഒഴിഞ്ഞുപോയി എന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ് ഈ പൊതുപ്രവർത്തനം നൽകുന്ന താങ്കളുടെ അനുഭവത്തിൽ നിന്ന് താങ്കൾക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ള നിർദ്ദേശം, സന്ദേശം എന്താണ്? ഒരുപാട് നല്ല മനുഷ്യരെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. ഒരുപാട് പേരെ സഹായിക്കാനും അവരെ ജീവിതത്തിൽ എന്തെങ്കിലും പങ്കുവഹിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിത് പലപ്പോഴും നമ്മളെ ബാങ്കിൻ്റെ ഭാരവാഹിയായി പ്രവർത്തിച്ചപ്പോൾ ഒത്തിരി പേർക്ക് വായ്പ കൊടുത്തിട്ടുണ്ട്, കച്ചവട വായ്പ. ഞാൻ എൻ്റെ മനസ്സിലിപ്പോൾ നോക്കുമ്പോൾ പല ആളുകളും ആ വായ്പ ഉപയോഗിച്ച് നന്നായിട്ടുണ്ട്, നല്ല കച്ചവടക്കാരായിട്ടുണ്ട്. ആളുടെ പേര് ഞാൻ പറയില്ല. നല്ല കച്ചവടക്കാരായി, നല്ല ബിസിനസ്സുകാരായി, പല മേഖലകളിലും എത്തിയതൊക്കെ കാണുമ്പോൾ, സാമ്പത്തികമായൊക്കെ മെച്ചപ്പെട്ടത് കാണുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അതാ സംതൃപ്തി നൽകുന്നു. അതൊരു വലിയ താങ്കളോടൊരു ചോദ്യം ബാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നത്. അത് പിന്നീട് ഒരിക്കൽ വീണ്ടും താങ്കളിലേക്ക് നമുക്ക് വരേണ്ടി വരും. അതെന്താണെന്ന് വെച്ചാൽ ഈ അഭിമുഖം കണ്ടിരിക്കുന്ന പല ആളുകളുടെ മനസ്സിലും ഫസൽ വധം എന്നൊരു സംഭവം കടന്നു വരും. കാരായിമാർ. ഈ കാരായിമാർ എന്ന് പറയുന്ന കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും സഹോദരങ്ങളാണോ എന്നൊരു ചോദ്യം ആദ്യം തന്നെ ചോദിക്കും. ഞങ്ങൾ സഹോദരന്മാരുമല്ല, കുടുംബക്കാരുമല്ല. ഈ കാരായി എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു തറവാടോ മറ്റുമാണ്. അത് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഉണ്ട് കാരായി എന്ന് പറയുന്ന കുടുംബം. ഞാൻ ഈ അടുത്ത ദിവസം എനിക്കറിയാത്തൊരു കാരായി കുടുംബ സംഗമത്തിൽ എന്നെ വിളിച്ചിരുന്നു. എനിക്കറിയില്ല, ആരെയും അറിയില്ല. ഒരു വലിയ കുടുംബം, ഒരു 10-400 ആളുകൾ അവിടെ
വന്നിട്ടുണ്ട്. അതൊന്നും എൻ്റെ കുടുംബക്കാരെയല്ല, നമ്മളുമായിട്ട് കല്യാണാലോചന പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കുടുംബങ്ങളല്ല. ഒരുപാട് പേര് അങ്ങനെയുണ്ട്. ചന്ദ്രശേഖര സഖാവും അങ്ങനെ തന്നെയുള്ള പക്ഷെ എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും. ഞാൻ ഈ ചോദ്യത്തിലേക്ക് ഫസൽ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒഴിവാക്കുന്നത് അതിപ്പോൾ കോടതിയുടെ പരിഗണനയിൽ വിചാരണയിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് അത് സംബന്ധിച്ചൊരു ചോദ്യം താങ്കളോട് ചോദിക്കുന്നത് ഉചിതമാകുമോ എന്നൊരു സംശയം. തീർച്ചയായിട്ടും അത് പിന്നെ അനുചിതമാവും. കാരണം ആ കേസിന്റെ വിധി വരുന്നത് വരെ അതിന്റെ വിചാരണ പൂർത്തിയാകുന്നു. പക്ഷെ അതിൻ്റെ ഒരു സത്യം ജനങ്ങൾ അറിയണം. അതായത് അതിനെ സംബന്ധിച്ച് ചില വെളിപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ സമൂഹത്തിന് മുമ്പാകെ ഉണ്ട്. അത് കോടതിയുടെ പരിഗണനയിൽ. അപ്പം അതേ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഒരു വിചാരണ അല്ലെങ്കിൽ ഒരു അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്നത് ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് മുന്നിൽ അത് അത്ര ഉചിതമല്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്തായാലും അതിൻ്റെ വിധി വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാരായിയെ കാണണം. കണ്ണൂർ വിഷൻ്റെ നേർരേഖയിലും സക്സസ് സ്റ്റോറിയിലൊക്കെ കാരായി വരും, കാരായിമാർ വരും, നമുക്ക് ചോദിക്കാം അവരോട്. പക്ഷേ അതവിടെ മാറ്റി നിർത്തിയാൽ അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും കോടതി തീരുമാനിക്കട്ടെ. അതവിടെ മാറ്റി നിർത്തിയാൽ ഒരു പൊതുപ്രവർത്തകൻ്റെ ജീവിതം നിങ്ങളൊന്ന് കേൾക്കണം, കാണണം. കടന്നു വന്ന 10-20 സംഘടനകളുടെ നേതൃത്വം വഹിച്ച് ഇന്ന് പാർട്ടിയുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയിലെ ജില്ലാ സെക്രട്ടേറിയറ്റിലെ അംഗമായി റബ്കോ പോലുള്ള വലിയൊരു 1500 തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അതിന് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഒരടി പിന്നോട്ടില്ല. പുതിയ പദ്ധതികൾ, പുതിയ പ്രൊഡക്റ്റുകളുമായി മുന്നോട്ട് വരുന്ന ഒരു സഹകാരി അദ്ദേഹത്തെ പരിചയപ്പെടുത്താണ്. ഈ ജീവിതം, ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ നമുക്ക് ഒരു മാതൃകയാണ്. അത് ജനങ്ങൾക്ക് വായിക്കാനും പഠിക്കാനും ഒരു പാഠപുസ്തകമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി നൽകിയ കാരായി രാജനും ഒപ്പം പ്രേക്ഷകർക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.